ഇറാൻ അമേരിക്കയെ ആക്രമിക്കുമോ? നേരെ തിരിച്ചല്ലേ എന്ന് ചോദിക്കാൻ വരട്ടെ. ഇറാൻ അങ്ങോട്ട് പോയി അമേരിക്കയെ ആക്രമിക്കും എന്നല്ല പറഞ്ഞു വരുന്നത്. രാജ്യത്തിന്റെ സുരക്ഷയെയോ നിലനിൽപ്പിനെയോ ബാധിക്കുന്ന ഒരു സാഹചര്യമുണ്ടായാൽ അമേരിക്കയുടെ സൈനിക താവളങ്ങൾ ആക്രമിക്കാൻ മടിക്കില്ല എന്ന് അസന്നിഗ്ധമായി വ്യക്തമാക്കിയിരിക്കുകയാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി. അമേരിക്കയെ ഞെട്ടിക്കുന്ന മുന്നറിയിപ്പാണ് ആണവ ചർച്ചകൾ നടക്കുന്നതിനിടെ ഇറാൻ അമേരിക്കയ്ക്ക് നൽകിയിട്ടുള്ളത്. ഒന്നാം ഘട്ട ആണവ ചർച്ച നടക്കുന്ന സമയം തന്നെ അമേരിക്ക ഇറാനെതിരായ സൈനിക നീക്കം ശക്തമാക്കുകയും ഇറാനുമേൽ കൂടുതൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഈ ഘട്ടത്തിലാണ് അമേരിക്കയ്ക്ക് ഇറാൻ മുന്നറിയിപ്പ് നൽകുന്നത്. അമേരിക്കയുടെ സൈനിക താവളങ്ങൾ ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ പരിധിയിലാണ് എന്നും ഒരു സാഹസത്തിന് അമേരിക്ക തുനിഞ്ഞാൽ കനത്ത തിരിച്ചടി നേരിടേണ്ടി വരുമെന്നുമാണ് അരാഗ്ചി വ്യക്തമാക്കിയിട്ടുള്ളത്. ഒരു തരത്തിലും അമേരിക്കൻ ഭീഷണിയെ തങ്ങൾ വകവയ്ക്കുന്നില്ല എന്ന് ആവർത്തിച്ച് വ്യക്തമാക്കുകയാണ് അരാഗ്ചി തന്റെ വാക്കുകളിലൂടെ. യുറേനിയം സമ്പുഷ്ടീകരണം തുടരുമെന്നും അരാഗ്ചി ആണയിട്ട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇറാന്റെ ഉറച്ച നിലപാടിനു പിന്നാലെ ഇറാൻ സമുദ്രാതിർത്തിയിൽ നിന്ന് അകന്നുമാറി സഞ്ചരിക്കാൻ തങ്ങളുടെ കപ്പലുകൾക്ക് അമേരിക്ക നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. അർമാഡ അതിവേഗത്തിൽ നീങ്ങുന്നതായി ചൂണ്ടിക്കാട്ടി അർമാഡയുടെ ഗുണഗണങ്ങൾ വർണ്ണിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണിക്കുള്ള മറുപടിയാണ് അരാഗ്ചിയുടെ വാക്കുകൾ. ഒരുപക്ഷെ അമേരിക്കൻ മണ്ണിലെത്തി അവരെ ആക്രമിക്കുക ഇറാനെ സംബന്ധിച്ച് അത്ര വേഗം സാധ്യമായ ഒന്നാകില്ല, അങ്ങനെ ചെയ്യാനും പോകുന്നില്ല. എന്നാൽ ഇറാന്റെ മേഖലയിലുള്ള അമേരിക്കയുടെ സൈനിക താവളങ്ങൾ തങ്ങളുടെ ബാലിസ്റ്റിക് മിസൈൽ പരിധിയിലാണ് എന്ന് അവർ ഓർക്കുന്നത് നന്നായിരിക്കും. ഏതെങ്കിലും ഘട്ടത്തിൽ അമേരിക്ക അതിസാഹസത്തിന് തുനിഞ്ഞാൽ ഗൾഫിലുള്ള അമേരിക്കയുടെ എല്ലാ സൈനിക താവളങ്ങളും ആക്രമിക്കപ്പെടും. ഏത് കപ്പൽ വ്യൂഹം കൊണ്ട് വിന്യസിച്ചാലും അമേരിക്കയെ ഭയക്കില്ല. യുദ്ധമെങ്കിൽ യുദ്ധം എന്ന് തന്നെയാണ് ഇറാൻ നിലപാടെന്നും അരാഗ്ചി വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇറാന്റെ മിസൈൽ ഭീഷണി അത്ര നിസ്സാരമായി തള്ളിക്കളയാവുന്ന ഒന്നല്ലെന്ന് അമേരിക്കയ്ക്കും നന്നായി അറിയാം. അതിവ്യാപന ശേഷിയുള്ള ബാലിസ്റ്റിക് മിസൈലുകളുടെയും ക്ലസ്റ്റർ മിസൈലുകളുടെയും വമ്പൻ ശേഖരം തന്നെ ഇറാന്റെ കൈവശമുണ്ട്. കഴിഞ്ഞ ജൂണിലെ 12 ദിന സംഘർഷത്തിൽ അമേരിക്കയും ഇസ്രായേലും അത് അറിഞ്ഞതുമാണ്. തൊടുത്തുവിടുന്ന ഒരു മിസൈലിൽ നിന്ന് ഒന്നിലധികം ആയിരക്കണക്കിന് ചെറു ക്ലസ്റ്റർ ബോംബുകൾ വർഷിക്കപ്പെടുന്ന തരം മിസൈലുകൾ ഇറാന്റെ ശേഖരത്തിലുണ്ട്. ജൂണിലെ സംഘർഷത്തിനിടെ 500-ൽ അധികം മിസൈലുകളാണ് ഇസ്രായേൽ ലക്ഷ്യമാക്കി ഇറാൻ തൊടുത്തുവിട്ടത്. ഇവയെ പ്രതിരോധിക്കാൻ ഇസ്രായേലിന്റെ അയൺ ഡോമിന് പോലും സാധിച്ചില്ല എന്നതും ശ്രദ്ധേയമാണ്. ഇക്കാര്യം അറിയാവുന്നതുകൊണ്ടാണ് തിടുക്കപ്പെട്ട് ഇറാനുമേൽ ഒരു ആക്രമണത്തിന് അമേരിക്ക മുതിരാതിരിക്കുന്നത്. ഒമാനിൽ നടന്ന ചർച്ചയിൽ ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകളെക്കുറിച്ച് പരാമർശിക്കാൻ അമേരിക്ക ശ്രമിച്ചുവെങ്കിലും ഇറാൻ വഴങ്ങിയില്ല. ആണവ കാര്യത്തിൽ മാത്രമാണ് ചർച്ചയെന്നും അതിനപ്പുറം ഒരു വിഷയങ്ങളും ഉദ്ദേശിക്കുന്നില്ല എന്നുമുള്ള കടുത്ത നിലപാടാണ് അരാഗ്ചി അന്ന് ചർച്ചയിൽ കൈക്കൊണ്ടത്. ഗൾഫ് മേഖലയിൽ എങ്ങുമുള്ള US സൈനിക കേന്ദ്രങ്ങളിൽ എത്താൻ ശേഷിയുള്ള ഹ്രസ്വദൂര മിസൈലുകളുടെ വലിയൊരു ശേഖരം ഇറാനിലുണ്ട്. 2000-ഓളം മിഡ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലുകളും ഇറാന്റെ കൈവശമുണ്ട്. ഇതുതന്നെയാണ് ഇറാന്റെ പ്രതിരോധത്തിൽ നിർണായകമാകുന്നത്. ബാലിസ്റ്റിക് മിസൈലുകൾക്ക് ഇറാന്റെ പ്രതിരോധത്തിൽ നിർണായക പങ്കുണ്ട് എന്നും അന്താരാഷ്ട്ര ലോകം വിലയിരുത്തുന്നു. അമേരിക്കയാണെങ്കിലും ഇസ്രായേലാണെങ്കിലും ഭയക്കുന്നതും ഇറാന്റെ ഈ ബാലിസ്റ്റിക് മിസൈലുകളെയാണ്. 2000 കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള ലിക്വിഡ് ഫ്യൂവൽഡ് മിസൈലായ ഖൊറാംഷർ മിസൈലാണ് ഇറാൻ പ്രതിരോധത്തിലെ കുന്തമുന. ഇറാന്റെ ഏറ്റവും അത്യാധുനിക മിസൈലും ഇതുതന്നെയാണ്. ഇസ്രായേൽ മധ്യപൂർവ്വ ദേശത്തെ മിക്ക US സൈനിക കേന്ദ്രങ്ങൾ ഗൾഫ് രാഷ്ട്രങ്ങളിലെ അഥവാ സൗദി, ഖത്തർ, ബഹ്റൈൻ, കുവൈത്ത്, സിറിയ, ഇറാഖ്, UAE എന്നിവിടങ്ങൾ വരെ ഖൊറാംഷറിന്റെ വ്യാപനശേഷി എത്തും. ഇസ്രായേൽ ഉൾപ്പെടെയുള്ള മധ്യപൂർവ്വ ദേശത്തെല്ലായിടത്തും തെക്ക് കിഴക്കൻ യൂറോപ്പും ആക്രമിക്കാൻ ശേഷിയുള്ള മിഡ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലായ സെജ്ജിൽ, 1700 കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള യമാദും ഖദറും, ഫത്ത, ഖസേം, ഖൈബർ ഷഖാൻ എന്നീ പേരുകേട്ട മിസൈലുകളും ഇറാന്റെ ശേഖരത്തിലുണ്ട്. ഇതിൽ അവസാനം പറഞ്ഞവ ഇറാൻ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്തതാണ്. ജൂണിൽ ഇസ്രായേലിനെതിരെ പ്രയോഗിച്ചതും ഇതുതന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ആലോചിച്ചുറപ്പിക്കാതെ അമേരിക്ക ഒരിക്കലും ഇറാനെ ആക്രമിക്കാൻ മുതിരില്ല എന്നാണ് അന്താരാഷ്ട്ര വിദഗ്ധർ പറയുന്നത്. ഇക്കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ ശേഷി കുറയ്ക്കുന്നതുകൂടി ചർച്ചയിൽ ഉൾപ്പെടുത്തണമെന്ന് ഇസ്രായേൽ അമേരിക്കയോട് ആവശ്യപ്പെട്ടത്. മിസൈൽ ശേഷി അറിയാവുന്നത് കൊണ്ടാണ് ഇറാനെ തിടുക്കപ്പെട്ട് ആക്രമിക്കരുത് എന്ന് ഇസ്രായേലും തുടക്കത്തിൽ അമേരിക്കയോട് നിലപാടറിയിച്ചത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യങ്ങളൊക്കെ കണക്കിലെടുക്കുമ്പോൾ നിസ്സാരമായി തള്ളിക്കളയാവുന്ന ഒന്നല്ല അരാഗ്ചിയുടെ പ്രസ്താവന എന്ന് മനസ്സിലാകും. യുറേനിയം സമ്പുഷ്ടീകരണം അവസാനിപ്പിക്കണമെന്നും സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇറാന് പുറത്തേക്ക് മാറ്റണമെന്നുമാണ് ചർച്ചയിൽ അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്ന വ്യവസ്ഥ. എന്നാൽ ഇതിനോട് ഇതുവരെ അനുകൂല നിലപാട് ഇറാൻ സ്വീകരിച്ചിട്ടില്ല.
യുദ്ധം അടിച്ചേൽപ്പിച്ചാൽ പോലും യുറേനിയം സമ്പുഷ്ടീകരണം അവസാനിപ്പിക്കില്ല എന്നാണ് ഇറാന്റെ നിലപാട്. രാജ്യത്തിന്റെ ഊർജ്ജ ആവശ്യത്തിനാണ് യുറേനിയം സമ്പുഷ്ടീകരിക്കുന്നതെന്ന് ഇറാൻ പറയുന്നു. ഇറാൻ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാനുള്ള അധികാരം അമേരിക്കയ്ക്കല്ലെന്നും അത് ഞങ്ങൾ തന്നെ തീരുമാനിച്ചോളാം എന്നുമാണ് അരാക്ചി പറഞ്ഞു വെക്കുന്നത്. അമേരിക്കയെ ഇറാന് വിശ്വാസമില്ല എന്നുകൂടി അരാക്ചി തുറന്നടിക്കുന്നുണ്ട്. രാജ്യത്തിന്റെ പരമാധികാരം അടിയറവ് വെക്കില്ല എന്നുകൂടി ഇറാൻ വ്യക്തമാക്കുന്നു. യുദ്ധഭീതി വർദ്ധിച്ചു വരുന്നതിനിടെ എയർഫോഴ്സ് കമാൻഡർമാരുമായുള്ള വാർഷിക യോഗത്തിൽ നിന്ന് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയി വിട്ടുനിൽക്കുന്ന ഒരു സ്ഥിതിയും ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ 3.5 പതിറ്റാണ്ടിനിടെ ആദ്യമായാണ് ഖമനേയി ഇത്തരത്തിൽ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നത്. ഖമനേയി ചുമതലയേറ്റതു മുതൽ 37 വർഷത്തിനിടെ ഒരിക്കൽ പോലും മുടങ്ങാതെ നടത്തിയിരുന്ന ചടങ്ങായിരുന്നു കമാൻഡർമാരുടെ വാർഷിക യോഗം. ഈ വർഷം ആദ്യമായി ഖമനേയി വിട്ടുനിന്നത് ഏറെ ചർച്ചയായിട്ടുമുണ്ട്. അതിനിടെ ആണവ ചർച്ചയ്ക്കോ ഒത്തുതീർപ്പിനോ വഴങ്ങിയില്ല എങ്കിൽ കടുത്ത പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് ട്രംപ് ഇറാന് മുന്നറിയിപ്പ് നൽകിയതും ഈ ഒരു ഘട്ടത്തിൽ ചേർത്ത് വായിക്കേണ്ടതാണ്. ഇതിന് ബലം പകർന്നുകൊണ്ട് അറബിക്കടലിൽ യുദ്ധസജ്ജമായി നിൽക്കുന്ന US വിമാനവാഹിനി കപ്പലായ USS എബ്രഹാം ലിങ്കണിൽ ഉന്നത അമേരിക്കൻ ഉദ്യോഗസ്ഥർ സന്ദർശനം നടത്തുകയും ചെയ്തു. കഴിഞ്ഞ കൊല്ലം ജൂൺ മാസത്തിൽ 12 ദിവസം നീണ്ടുനിന്ന ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിന് പിന്നാലെ ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് US ഇറാൻ ചർച്ചകൾ പുനരാരംഭിച്ചത്. ഒമാനിലായിരുന്നു ചർച്ച. ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട നിലപാടുകൾ കൈക്കൊള്ളുന്നതിന് പകരമായി US തങ്ങൾക്കുമേൽ ഏർപ്പെടുത്തിയിട്ടുള്ള സാമ്പത്തിക ഉപരോധം പിൻവലിക്കണമെന്നാണ് ഇറാന്റെ ആവശ്യം. യുറേനിയം സമ്പുഷ്ടീകരണം അവസാനിപ്പിക്കില്ല എന്നും യുറേനിയം രാജ്യത്തിന് പുറത്തേക്ക് മാറ്റില്ല എന്നും അമേരിക്കയ്ക്ക് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട്. കടുത്ത പ്രത്യാഘാതം നേരിടുമെന്ന് അമേരിക്ക ഭീഷണിപ്പെടുത്തിയപ്പോൾ തൊട്ടാൽ വിവരമറിയുമെന്നും പ്രാദേശിക യുദ്ധമുണ്ടാകുമെന്ന് ഖമനേയും തിരിച്ച് മറുപടിയും നൽകി. ഇറാൻ ലക്ഷ്യമാക്കി അമേരിക്ക സൈനിക വിന്യാസം അടിക്കടി ശക്തിപ്പെടുത്തുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ പശ്ചിമേഷ്യയിൽ എന്തും സംഭവിക്കാം.